നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയില് ആദർശ് ഏൻ ജ്വല്ലറിക്ക് പോവാണ്. വെറുതെ അല്ല പോകുന്നേ, വെറുതെ ചെന്ന് കയറി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് വിവരങ്ങളൊന്നും കിട്ടത്തില്ലോ. അപ്പൊ ആദർശ് ഒരു സിംഗിന്റെ വേഷം മാറിയാണ് ആദർശ് അങ്ങോട്ടേക്ക് ചെല്ലുന്നേ. എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ കള്ളത്തരങ്ങളൊക്കെ പിടികൂടണം. തങ്ങളെ തകർക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്തണം. അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദർശിന്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം നടത്തുന്നുണ്ട്. ആ സമയത്ത് നയനിക്ക് ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാരണവശാലും ആദർശന്റെ കള്ളത്തരങ്ങളൊന്നും അവർ പിടികൂടാൻ പാടില്ല, അവർ തിരിച്ചറിയാൻ പാടില്ല എന്നൊരു ചിന്തയായിരുന്നു. ഇതേ സമയത്ത് നവിയും അഭിയും കൂടെ പുറത്തു പോയിരിക്കണം. അപ്പം ചന്തുമോളെ പുറത്തു കൊണ്ടുപോയതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് നവ്യ അഭിയെ വിളിച്ചുകൊണ്ട് പുറത്തു പോകുന്നത്. അങ്ങനെ പുറത്തുപോയി ഷോപ്പിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. അതിനുശേഷം നവ്യ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏൻ ജ്വല്ലറി വരുന്ന പോയാലെന്ന് ചോദിച്ചു. എന്താ ഇപ്പൊ നിന്റെ മെയിൻ പ്രശ്നം എന്താ? നിനക്കൊരു ജോലി ഇല്ല, അതല്ലേ? നിനക്ക് ജോലി ഇല്ലാത്തോണ്ടല്ലേ നീ ആ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നേ? അത് പാടില്ല. നിനക്ക് ഏൻ ജ്വല്ലറി ഞാൻ ചിലപ്പോൾ റെക്കമെൻഡ് ചെയ്യണ ഒരു ജോലി കിട്ടുമായിരിക്കും. അങ്ങനെയാണ്, നല്ല കാര്യമല്ലേ അഭിന്ന് ചോദിച്ചു. അഭി പറഞ്ഞു, അല്ല അത് വേണോന്ന് ചോദിച്ചു. അത് വേണം, ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല കാര്യം അതാന്ന് പറഞ്ഞു. അബിയുടെ മനസ്സിൽ സന്തോഷമായി. കാരണം നവ്യ റെക്കമെൻഡ് ചെയ്ത് തനിക്ക് ജോലി കിട്ടണം. അങ്ങനെയാണ് ഏഞ്ചലുടെ MD പറഞ്ഞിരിക്കുന്നത്. ഇവള് ചെന്ന് പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും അവർ ജോലി തരുകയും ചെയ്യും. പിന്നെ ഇവളുടെ റെക്കമെൻഡ് കിട്ടിയെന്നായി. അങ്ങനെയാ, അതൊരു നല്ല കാര്യം തന്നെയായിട്ട് അബിക്ക് തോന്നുന്നേ. അബി പക്ഷേങ്കില് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരെന്നൊക്കെ ചോദിച്ചു. ഇപ്പൊ ഇത്ര ഇടപെടിയെന്ന് നമുക്കൊരു തീരുമാനം എടുക്കണമെന്ന്. പക്ഷേങ്കില് നവ്യ പറഞ്ഞു, അത് സാരമില്ല, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. ഇനി എത്ര കാലം എന്ന് വെച്ചാൽ ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? അതെന്നെ കൊണ്ട് പറ്റില്ല, നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോ എനിക്ക് സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞു. എങ്കിൽ ശരി, ആയിക്കോട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോകാന്ന് പറയണം. തൽക്കാലത്തേക്ക് വീട്ടിൽ ഇത് ആരും അറിയേണ്ടെന്ന് നവ്യ പറയുകയും ചെയ്തു. അതേസമയം ആദർശ് നേരെ AN ജ്വല്ലറിക്ക് ചെല്ലുവാണ്. ചെന്ന് ഇനിയിപ്പോൾ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട്, എന്താ സാർ എന്താന്ന് ചോദിച്ചു. അല്ല, എനിക്ക് നിങ്ങളുടെ MD ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഡേവിഡിന്റെ അടുത്തേക്ക് ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും ഡേവിഡ് ആരാ എന്താന്നൊക്കെ ചോദിക്കണം. എൻ്റെ പേര് ജഗദീപ് സിംഗ്, 10-30 വർഷമായിട്ട് കേരളമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞു. അതെ, ഇപ്പം നിങ്ങൾ കത്തി കയറിക്കൊണ്ടിരിക്കുന്ന ജ്വല്ലറിയാന്ന് ഞാൻ അറിഞ്ഞു. ഇപ്പൊ കേരളത്തിലെ നമ്പർ 1 ജ്വല്ലറി ആയിക്കൊണ്ടിരിക്കുമല്ലേ നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുമായിട്ടൊരു ബിസിനസ് ഡീൽ ഉറപ്പിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. ആദർശിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ. പിന്നീട് ആദർശ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഡേവിഡ് പറഞ്ഞു, ഇപ്പൊ ഞങ്ങൾ കേരളത്തിൽ നമ്പർ 1 ആയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ദുബായ് കീഴടക്കി കഴിഞ്ഞു. കഴിഞ്ഞ 19 വർഷക്കാലമായിട്ട് കേരളത്തിൽ നമ്പർ 1 ജ്വല്ലറി ആയിരുന്നു മോർസി ജ്വല്ലറി. പക്ഷെ ഇപ്പൊ അവരെ പിന്തള്ളിക്കൊണ്ടാണ് ഞങ്ങൾ മുൻനിരയിലേക്ക് വന്നിരിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, ഇപ്പൊ അവരുടെ ഷെയർ മാർക്കറ്റിംഗ് ഒക്കെ ഇടിഞ്ഞിരിക്കല്ലേ, ഇപ്പൊ AN ജ്വല്ലറി അല്ലേ മുൻനിരയിൽ വന്നേക്കുന്നു ചോദിച്ചു. അതെ അതെ, ഇനി അധികം വൈകാതെ തന്നെ കേരളം മൊത്തത്തിൽ ഞങ്ങൾ പിടിച്ചടക്കും ജ്വല്ലറി മേഖലയിൽ. അത് മാത്രമല്ല, ഈ വിഷു ആണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാർജറ്റ്. വിഷുവിനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഞങ്ങൾ വിവിധ രീതിയിലുള്ള കളക്ഷനും കാര്യങ്ങളൊക്കെ എത്തിക്കുന്നത്. അപ്പം നല്ല സെയിൽ വിഷുവിന് നടക്കുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കണേന്നൊക്കെ പറഞ്ഞു. അങ്ങനെ AN ജ്വല്ലറിയെ കുറിച്ചുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡേവിഡ് പറയണം. പക്ഷെ ഡേവിഡിന് മനസ്സിലായില്ല, അത് ആദർശാന്നുള്ള കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. ആദർശ് കിട്ടാനുള്ള കുറെ വിവരങ്ങൾ ആദർശ് ഇങ്ങനെ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട്. ദുബായിലെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് ആദർശ് ചോദിച്ചു, അല്ല നിങ്ങളുമായിട്ട് ഡീൽ ഉറപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. നിങ്ങൾ മാത്രമാണോ MD, അതോ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ, പാർട്ട്ണർഷിപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഡേവിഡ് ആദ്യം ഒന്ന് സംശയിച്ചു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പിന്നീട് ഡേവിഡ് പറഞ്ഞു, അതെ ഞാൻ മാത്രമാണ്, വേറെ പാർട്ട്ണർഷിപ്പ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ. ആദർശന് മനസ്സിലായി, അയാളുടെ ആ സംശയമൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഇതിന്റെ പിന്നെ വേറെ ആരൊക്കെ ഉണ്ട്, ഇയാള് മാത്രമല്ല. ഒരു പക്ഷേങ്കിൽ ഇയാളും മുത്തശ്ശനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല. ഈ ഡേവിഡിനെ മുത്തശ്ശൻ മുമ്പ് കണ്ടിട്ട് പോലും ഇല്ല എന്നാ പറഞ്ഞേ. അപ്പൊ അതിനങ്ങനെ ആവാൻ വഴിയില്ല. മുത്തശ്ശനെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ വേറെ ആരെങ്കിലും മിക്കവാറും കാണും എന്നൊരു ചിന്ത ആദർശിന്റെ മനസ്സിലുണ്ട്. പിന്നെ ആദർശ് തന്റെ ഡീലിനെ കുറിച്ചൊക്കെ പറയുവാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഡേവിഡിന് അത് മനസ്സിലായി. കാരണം ഡേവിഡിന് തോന്നി ഇത് നല്ലൊരു കാര്യമാണെന്ന് തോന്നുകയും ചെയ്തു. പിന്നീട് ആദർശ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡീൽ ഉറപ്പിക്കാം, നിങ്ങളൊന്ന് ആലോചിക്കുക, അതിനുശേഷം മതി എന്ന് പറഞ്ഞു. എന്തായാലും നിങ്ങൾ കേരളത്തിലെ നമ്പർ 1 ജ്വല്ലറി ആയതുകൊണ്ടാണ് ഡീൽ ഉറപ്പിക്കാൻ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ പറഞ്ഞു.
അത് കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾക്കും ഭയങ്കര സന്തോഷമായി. കാരണം മൂർത്തി ജ്വല്ലറിയുടെ അടുത്ത് പോകാതെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തങ്ങളുടെ ജ്വല്ലറിക്ക് അത്ര പേരും പ്രശസ്തിയൊക്കെ ആയി തുടങ്ങി. അതാണ് ഇനിയിപ്പോ മൂർത്തി ജ്വല്ലറിക്ക് അടിയല്ല കിട്ടാൻ പോകുന്ന എന്നൊരു ചിന്തയായിരുന്നു. അതേ സമയത്താണ് നവ്യയും ഹബിയും കുഞ്ഞും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം നവ്യെ റെക്കമെൻഡ് ചെയ്യാൻ വന്നായിരുന്നു MD-യോട്. കാരണം അബിക്ക് ഒരു ജോലി കൊടുക്കുന്നതിനെ കുറിച്ച് പറയാനായിട്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു, അതെ MD-യുടെ അടുത്ത് ഇപ്പൊ ഒരാളുണ്ട്, ഒരു കസ്റ്റമർ ഉണ്ട്, അതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് പോയല്ലോ, കുറച്ച് സമയോട് വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ നവ്യയോട് സംസാരിക്കുകയാണ് അയാൾ. അപ്പം നവ്യ അവിടുത്തെ പരസ്യ മോഡലാണല്ലോ. അപ്പൊ നവ്യയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് നവ്യ പറഞ്ഞു, അതെ അബിയെ അറിയാലോ, മൂർത്തി ജ്വല്ലറിലാണ് ജോലി ചെയ്തോണ്ടിരുന്നത്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴേക്കും അബി പറഞ്ഞു, എന്നെ അവിടുന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞു മൂർത്തി ജ്വല്ലറിന്ന്. കാരണം അവിടെ നടന്ന പല കള്ളത്തരങ്ങളും ഞാൻ പിടിച്ചു, അതുകൊണ്ട് പിടിച്ചുകൊണ്ട് എന്നെ പിന്നെ അവിടെ നിർത്തിയില്ല, അതുകൊണ്ട് എന്നെ പുറത്താക്കിയെന്നൊക്കെ അബി ഒരു കള്ളത്തരം പറയാണ്. ഈ സമയത്ത് അകത്ത് പോയി ഡീൽ ഉറപ്പിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമോ ആദർശ്, അവരുമായിട്ട് സംസാരിച്ച് സെറ്റായിട്ട്. അങ്ങനെ ആദർശ് അങ്ങോട്ട് വന്നപ്പോഴത്തേനും അവിടെ ഇരുന്ന സ്റ്റാഫ് പെട്ടെന്ന് ആദർശ് കൈ കൊടുക്കുകയാണ്. കാരണം പ്രധാനപ്പെട്ട ഡീൽ ഉറപ്പിക്കാനായിട്ട് വന്നിരിക്കുന്ന ഒരാളല്ലേ. ഈ സമയത്ത് അബിയും നബി ഇങ്ങനെ തല ഉയർത്തി നോക്കുകയാണ് ആദർശിനെ. ഈ തൊപ്പിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അവർക്കും മനസ്സിലായില്ല. പോരാത്തൻ ആദർശ് സംസാരിക്കുമ്പോൾ ഇച്ചിരി സൗണ്ടിലേക്ക് ഒരു വേരിയേഷൻ വരുത്തിയാണ്. ആർക്കും ഒരു സംശയം തോന്നില്ല. ഒറിജിനൽ സൗണ്ടിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സംശയം വരുമല്ലോ, അതുകൊണ്ട് ഈ സംസാരത്തിലൊക്കെ ഒരു മാറ്റം വരുത്തിയാണ് അങ്ങനെ അവരോടൊക്കെ സംസാരിച്ചേ. അങ്ങനെ ആദർശ് പുറത്തേക്ക് പോവാണ്. പിന്നീട് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു, നിങ്ങളകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അബിയും കൊണ്ട് നവിയെ മുറിയിലേക്ക് എന്ന് MD-യുടെ. പിന്നീട് MD നവിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പത്തേനും പറഞ്ഞു, ഇതിന്റെ ഭർത്താവ് അബി മൂർത്തി ജ്വല്ലറിലെ സ്റ്റാഫായിരുന്നു, അറിയാലോ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാണ്. അത് മാത്രമല്ല അനന്തമൂർത്തിയുടെ കൊച്ചുമോനുമാന്ന് പറയണം. അല്ല ഇപ്പൊ എന്താ നവ്യ എന്നൊക്കെ ചോദിച്ചു. അത് പിന്നെ സാറേ അബിക്ക് ഇപ്പൊ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അബി നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കുവാണ് ഡേവിഡിന്റെ മുന്നില്. സാറേ എന്റെ ജോലി എവിടത്തെ പോയി, എന്റെ തെറ്റുകൊണ്ട് പോയതൊന്നും അല്ല, അവിടുത്തെ പല കള്ളത്തരങ്ങളും ഞാൻ പിടിച്ചോണ്ടാണ്, അതുകൊണ്ട് എനിക്കൊരു ജോലി വേണം. ഇത് കേട്ടപ്പോൾ നവ്യ പറഞ്ഞു, സാറേ അബിക്ക് ഒരു ജോലി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യുകയാണ് അബിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഡേവിഡ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നവ്യയെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കണം, നവ്യ വഴി റെക്കമെൻഡ് ചെയ്ത് ജോലി കിട്ടിയതായിട്ടോ നമ്മയ്ക്ക് തോന്നാൻ പാടുള്ളൂ. തൻ്റെ ശരിക്കുള്ള MD-യുടെ മോനായി ഇരിക്കുന്നത് താനാണ് ഇയാളുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ട ആള്, അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കണ്ടേ. പക്ഷേങ്കിൽ ഇവിടെ അത് പറ്റില്ലല്ലോ. അബിക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. ഒടുവില് ഒന്ന് ആലോചിച്ചതിന് ശേഷം ഡേവിഡ് പറഞ്ഞു, ഞാൻ നോക്കട്ടെ, എന്താണെങ്കിലും നവ്യ പറഞ്ഞല്ലേ, നവ്യ ഒരു കാര്യത്തെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ എനിക്ക് അത് സമ്മതിച്ചായിരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെ പുതിയൊരു ഷോപ്പ് ഉദ്ഘാടനം നടത്തുന്നുണ്ട് അടുത്ത ദിവസം, ഡയമണ്ടും എല്ലാം കൂടെ കൂടിയതാണ്. അപ്പൊ അവിടെ ഒരു ജോലി തരാം, പറ്റുവാണെങ്കിൽ ഒരു മാനേജർ പോസ്റ്റ് ആണ് തരാന്ന് പറഞ്ഞു. അബിക്ക് ലോട്ടറി അടിച്ച മട്ടിലായിരുന്നു. അബി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അബി പറഞ്ഞു, സാറേ അത്രയ്ക്കൊന്നും ഇല്ലല്ലോ അവിടുത്തെ സ്റ്റാഫ്, നീ പേടിക്കണ്ട അബി, നവ്യെ റെക്കമെൻഡ് ചെയ്താൽ പിന്നെ ഞങ്ങൾക്ക് തരാതിരിക്കാൻ പറ്റുമോ, ഒന്നുമില്ലെങ്കിലും ഞങ്ങളുടെ പരസ്യ മോഡലല്ലേ. അനന്തപുരി കുടുംബത്തിലെ അംഗമായിട്ട് പോലും ഞങ്ങൾക്ക് വേണ്ടി പരസ്യത്തിൽ അഭിനയിക്കാൻ വന്ന കുട്ടിയല്ലേ, അപ്പൊ അവളുടെ ഭർത്താവിന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമെന്ന് പറഞ്ഞു. അങ്ങനെ അബി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം. ആ സമയം നബി പറഞ്ഞു, കണ്ടോടാ ഇപ്പൊ എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഇത് നേരത്തെ വന്ന് ചോദിക്കണ്ടായിരുന്നു. അല്ല നബിയെ, ഇത് വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാവത്തില്ലേ? എന്ത് പ്രശ്നം? ഒന്നും ആരും അറിയാനും പോകുന്നില്ല. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട. അവര് പുതിയ ഷോപ്പ് ഉദ്ഘാടനമൊക്കെ നടത്തട്ടെ, അതിനുശേഷം അബിയോടെ ജോലിക്ക് കയറിയാൽ മതി. ഇനിയിപ്പൊ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാണെങ്കിൽ നമുക്ക് ഇറങ്ങി പോരാന്നേ, ധൈര്യമായിട്ട് പോരാ. അവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നേക്കാളും നല്ലത് നല്ല അന്തസ്സോടെ തല ഉയർത്തി പിടിച്ചിറങ്ങുന്നല്ലേന്ന് ചോദിച്ചു. അബി പറഞ്ഞു, അല്ല അതത്ര എളുപ്പമുള്ള കാര്യം നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്കെന്താ? അല്ല അവന്തിക അമ്മയൊക്കെ അല്ലേ, അവരവിടെ നിൽക്കട്ടെ. അവന്തിക ഇപ്പൊ അവരോടൊപ്പല്ലേ നിൽക്കുന്നേ, അതുകൊണ്ട് അവളുടെ കല്യാണമൊക്കെ അവര് നടത്തി കൊടുത്തോളും. നീ ആ കാര്യത്തിൽ വിഷമിക്കൊന്നും വേണ്ട. പിന്നെ നമ്മുടെ ജീവിതം നമ്മളാണ് സേഫ് ആക്കണ്ടേന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവര് വീട്ടിലേക്ക് പോരുവാണ്. ഈ സമയത്ത് ആദർശം മടങ്ങി വരാൻ വേണ്ടി നയനെ കാത്തിരിക്കുവാണ്. അങ്ങനെ ഒടുവിൽ ആദർശം വന്നു കഴിഞ്ഞപ്പോൾ നയനെ വെച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, ഇപ്പം കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, അയാൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വാസമായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ദിവസം ഒന്നുകൂടെ പോയി സംസാരിക്കണം, ഒന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ല ബിയേട്ടാ, വേണ്ടുന്ന വിവരങ്ങളൊക്കെ കിട്ടിയോ? കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നയനെ, നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല, ഇതിന്റെ പിന്നെ വേറെ ആരൊക്കെ ഉണ്ടെന്ന് പറയണം. അയാൾ മാത്രമല്ല MD ആയിട്ട്, കാരണം ഇതിനകത്ത് ആരൊക്കെയോ പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്ന് പറയണം. അത് കേട്ടപ്പോൾ നയന് പറഞ്ഞു, ചിലപ്പോൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ പുറത്ത് വരാത്തായിരിക്കും, പബ്ലിസിറ്റി കൊടുക്കാത്തായിരിക്കും എന്ന് പറഞ്ഞു.
ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു അത് ശരിയാ, അയാൾ ടാർജറ്റ് ചെയ്യുന്നത് എന്നെയല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, മുത്തശ്ശനാണ് ടാർജറ്റ് ചെയ്യുന്നത്. മൂർത്തി ജ്വല്ലറിനെ തകർക്കുക മാത്രമല്ല കുടുംബത്തെയും തകർക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാരമില്ല, അധികം വൈകാതെ നമുക്ക് ആ വിവരങ്ങളൊക്കെ കിട്ടുമെന്ന് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അങ്ങനെ സത്യങ്ങൾ കണ്ടെത്താനായിട്ട് അവര് ഇറങ്ങി തിരിച്ചിരിക്കുക. അധികം വൈകാതെ തന്നെ അത് കണ്ടെത്താനായിട്ട് അവർക്ക് സാധിക്കും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.